പ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും വചനമിത്രമെന്ന ഈ ആത്മീയചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 2023 എന്ന വർഷം നമ്മെ വിട്ട് മാറിപ്പോയി. 2024 ഈ ഫെബ്രുവരി മാസം നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുകയാണ്. 2023 പല പ്രിയപ്പെട്ടവരും നിരാശപ്പെട്ടു. പലരും പല വിഷയത്തിനകത്ത് വ്യാകുലപ്പെട്ടു. ജീവിതത്തിനകത്ത് വിജയം പ്രാപിക്കുവാൻ കഴിയാതെ, ജീവിതത്തിനകത്ത് സന്തോഷം പ്രാപിക്കുവാൻ കഴിയാതെ, നിരാശയുടെ ഒരു വലിയ സ്തോത്രം അതേ ജീവിതമായി മാറിയ 23 പോലല്ല 24. അതേ സ്തോത്രം, ഇത് നിന്റെ മഹത്വത്തിൻ്റെ വർഷമാണ്, നിന്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. ഈ 2ാമത്തെ മാസത്തിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരെയും വചനമിത്രമെന്ന ഈ ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ 1 ശമൂവേൽ അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. വിശുദ്ധ വേദപുസ്തകത്തിൽ 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അതേ സ്തോത്രം ശൗലിൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് അതേ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ശമൂവേലിന്റെ കയ്യാൽ ശൗൽ അതേ സ്തോത്രം അഭിഷേകം പ്രാപിച്ച് ഇതാ അവൻ യാത്ര പുറപ്പെടുകയാണ്. സ്തോത്രം, ഇത് തകർച്ചയുടെ യാത്രയല്ല, വിജയത്തിന്റെ യാത്രയിലേക്ക് താൻ കടന്നു പോവുകയാണ്. 6-ാമത്തെ വാക്യത്തിലേക്ക് നാം കടക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, സ്തോത്രം, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. പ്രിയരെ, 2024 എന്ന ഈ വർഷത്തിൽ അത് എല്ലാവരോടും ഞാൻ വിളിച്ചു പറയട്ടെ, ഒരാൾ മാറിയതുപോലെ നമ്മുടെ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. നിന്റെ തലമുറയുടെ ജീവിതം മാറാൻ വേണ്ടി പോകുന്നു. നിന്റെ കഷ്ടതകൾ മാറാൻ വേണ്ടി പോകുന്നു. നിന്റെ നിരാശകൾ മാറാൻ വേണ്ടി പോകുന്നു. സ്തോത്രം, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ നിയോഗത്തിലേക്ക് ദൈവം നിങ്ങളുടെ ഭവനത്തെ ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. 6-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അതേ നിന്റെ മേൽ വന്നിട്ട്. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, എൻ്റെ മേൽ വന്നിട്ട് സ്തോത്രം, ഞാനും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. സ്തോത്രം. 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, തകർന്നിരിക്കുന്ന സ്തോത്രം, ഭാരപ്പെട്ടിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന പല മനുഷ്യൻ്റെ വാക്ക് കേട്ട് സ്തോത്രം അതേ ജീവിതം തകർന്നിരിക്കുന്ന അതേ സ്തോത്രം കുടുംബത്തോട് ആത്മാവ് വിളിച്ചു പറയുന്നു, സ്തോത്രം, നിനക്ക് യുക്തമെന്ന് നീ ചെയ്യുക. കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്നെ പരിതോഷിച്ച കുറേ പേര് കാണും. നിന്റെ മരണം കണ്ട് ആസ്വദിക്കുവാൻ കുറേ പേര് കാണും. നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ കണ്ട് അതേ സ്തോത്രം വെല്ലുവിളിച്ചവർ കാണും. പക്ഷെ ഇന്ന് ഈ പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഏത് വെല്ലുവിളിയുടെയും ഏത് കഷ്ടതയുടെയും ഏത് പരിഹാസത്തിന് നടുവിൽ നീ അധൈര്യപ്പെട്ടവളെ പോലെ അധൈര്യപ്പെട്ടവനെ പോലെ ഇരിക്കാനല്ല ഇന്ന് പകൽ ഞങ്ങൾ പറയുന്നത്, ദൈവം നിന്നോട് കൂടെയുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അതേ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ സ്തോത്രം മോശ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിന്റെ വാക്ക് കേട്ട് ഈ ജനത്തെ താൻ കൊണ്ടുവരുന്ന സമയത്ത് അതേ ചെങ്കടലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതേ സ്തോത്രം ജനമെല്ലാം മോശയോട് നിലവിളിക്കുവാൻ തുടങ്ങി, ദൈവത്തോട് പുറവിറക്കുവാൻ വേണ്ടി തുടങ്ങി. അവർ ഇപ്രകാരം പറഞ്ഞു, മോശേ, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളെ കൊല്ലുവാൻ വന്നിരിക്കുകയാണോ? ഞങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുകയാണോ? ദൈവം ഞങ്ങളെ കൈവിട്ടല്ലോ, ദൈവത്തിന് ഞങ്ങളെ ഇനി രക്ഷിക്കുവാൻ കഴിയത്തില്ലെന്നൊക്കെ അതേ ഇസ്രായേൽ ജനം മോശയോട് പുറവിറക്കുമ്പോഴും മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉറച്ചു നിൽപ്പിൻ, യഹോവ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് ഈ സന്ദേശം ശ്രമിക്കുന്ന ആരുടെയോ ദൈവാത്മാവ് അതേ പ്രവചിച്ച് വിളിച്ചു പറയുന്നു, നിന്റെ അവസ്ഥകൾക്കൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോവുക, നീ ആള് മാറാൻ വേണ്ടി പോവുക, നിന്റെ കഷ്ടതകൾ മാറി മറിയാൻ വേണ്ടി പോവുക, നിന്റെ സ്തോത്രം നിന്ദകൾ മാറാൻ വേണ്ടി പോവുകയാണ്. നിന്റെ തലമുറ ആള് മാറുന്നു, നിന്റെ കുടുംബത്തിന് ആള് മാറുന്നു. അതേ സ്തോത്രം, ജോലിയിൽ നിനക്കൊരു ആള് മാറാട്ടം, അതേ സ്തോത്രം ബിസിനസ്സിനകത്തൊരു ആള് മാറിച്ച എല്ലാ മേഖലകളിലും ഒരു വ്യത്യസ്തമായ നിയോഗത്തിലേക്ക് ദൈവം നിങ്ങളെ ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഈ വചനമെത്രമെന്ന ചാനലിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ കൈവിടുകയില്ല. അവൻ നിങ്ങളെ
ഉപേക്ഷിക്കില്ല. ഒരു നിമിഷം അതേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കടപ്പെട്ടു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വേദനപ്പെട്ടിരിക്കുന്ന, ചഞ്ചലപ്പെട്ടിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന തൻ്റെ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. മനുഷ്യനാൽ നിന്നകെട്ടവരുണ്ട്, പരിഹാസ വിഷയങ്ങൾ തകർക്കപ്പെട്ടവരുണ്ട്. എന്നാൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങളുടെ സ്ഥിതി മാറുകയും മാത്രമല്ല, ഞങ്ങൾ ആള് മാറിയതുപോലെ ഞങ്ങൾ മാറാൻ വേണ്ടി പോവുകയാണ്. അത് ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും അതേ സന്ദേശങ്ങൾ കേൾക്കുക. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.